നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കൈവശ ഭൂമിക്ക് പട്ടയം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ വയോധിക നടത്തിവന്ന സമരം ഫലം കണ്ടു. SYS പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി പവർ പൾസ് കണ്ടിന്യൂസ് ലേണിംഗ് സെന്റർ വനിതാ ശാക്തീകരണം ലക്ഷ്യം വെച്ച് നടത്തപ്പെടുന്ന പ്രോജക്ട് ലോഞ്ചിംഗ് നടത്തി. ജനകീയ ആരോഗ്യ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തൊടുപുഴയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജനുവരി 23 മുതൽ 26 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലും തൊടുപുഴ സോക്കർ സ്കൂളും സംയുക്തമായി ഫുട്ബോൾ മത്സരം ഫാൽക്കൺ ഓട്ടോമാറ്റിക് കാർ വാഷ് മുതലക്കോടം ഗേൾസ് ഹൈസ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കൈവശ ഭൂമിക്ക് പട്ടയം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ വയോധിക നടത്തിവന്ന സമരം ഫലം കണ്ടു. കലയന്താനി സ്വദേശി അമ്മിണിക്ക് പട്ടയം നൽകാൻ അർഹതയുണ്ടെന്ന് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. അതേസമയം പട്ടയം കയ്യിൽ കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് അമ്മിണി. 1975 മുതൽ തൊടുപുഴ കലയന്താനിയിലെ സർക്കാർ തരിശുഭൂമിയിൽ താമസിച്ചുകൊണ്ടിരുന്ന അമ്മിണിയുടെ കൈവശ ഭൂമിക്ക് പട്ടയം ലഭിക്കുവാൻ നിരവധി തവണ അപേക്ഷ നൽകിയിട്ടും നടപടിയുണ്ടായില്ല. കൂടാതെ സമീപ സ്ഥലമുടമ അമ്മിണിയുടെ കൈവശ ഭൂമി കയ്യേറുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു തൊടുപുഴ താലൂക്ക് ഓഫീസിൽ ബുധനാഴ്ച മുതൽ അമ്മിണി സമരം ആരംഭിച്ചത്. എനിക്ക് എൻ്റെ കയ്യിലിരുന്ന 10 സെന്റ് സ്ഥലം ഇവർ മതിൽ കെട്ടിയതോടുകൂടി മതിലെടുത്ത് പൊളിച്ച് വള്ളം കളഞ്ഞ് എൻ്റെ കയ്യിലിരുന്ന 10 സെന്റ് സ്ഥലം എനിക്ക് വേണം. അത് തരിശപ്പെട്ടത് വില്ലേജ് ഓഫീസർ വീട്ടിൽ വന്ന് സർവേ എൻക്വയറി നടത്തിയിട്ട് ഇവിടെ തഹസിൽദാരുടെ കയ്യിൽ എഴുതി കൊടുത്താക്കണതാണ്. അതുകൂടെ റിപ്പോർട്ട് എൻ്റെ കയ്യിലുമുണ്ട്. തഹസിൽദാർക്കും കൊടുത്തിട്ടുണ്ട്, അല്ല തഹസിൽദാർക്കും കൊടുത്തിട്ടുണ്ട്. 1-2 കൊല്ലം 2-3 കൊല്ലമായിട്ട് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഇത് പട്ടയം അർഹതയുള്ളതാണെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. വില്ലേജ് ഓഫീസർക്ക് ഒന്നും അറിയാൻ മേലാതല്ല ആലപ്പൂർ വില്ലേജിൽ നിന്ന് എഴുതി കൊടുത്താക്കണത്. വില്ലേജ് ഓഫീസർ റോഡിൽ വന്നിരിക്കുമല്ലോ, എൻ്റെ വീട്ടിൽ വന്നിരുന്ന് എഴുതി കൊടുത്താക്കണതാണ്. അവരിപ്പോൾ സ്ഥലം മാറി വീണ്ടും വേറെ ആൾ കയറി. അവർക്ക് ഇതിനെപ്പറ്റി അറിയാവോ എന്നെപ്പറ്റി അറിയില്ല. അത് കാരണം എനിക്ക് വില്ലേജ് ഓഫീസർ എഴുതി വെച്ചാക്കുന്ന സ്ഥലം എനിക്ക് കിട്ടണം. അത് പട്ടയം തരിശായിട്ടുള്ള സ്ഥലമാണ്, പട്ടയത്തിന് അർഹതയുള്ളതുമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയേ പറ്റൂ, അല്ലാതെ ഞാൻ മാറില്ല. അവർ എൻ്റെ മുറ്റത്ത് കെട്ടിയാക്കണം, അതിലും പൊളിച്ച് കളയണം. ആഗതമായി ജയിലിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഇരിക്കണത്. വിഷയത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെ തഹസിൽദാർ ബിജിമോൾ AS ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. പട്ടയത്തിന് അർഹതയുള്ള ആളാണെന്നും 40 വർഷത്തിലധികമായി അമ്മിണി ഇവിടെ താമസമുണ്ടെന്നുമാണ് റിപ്പോർട്ട്. പ്രശ്നം പരിഹരിക്കാൻ 25-ന് ഹിയറിംഗ് നടത്തും. അമ്മിണിയുടെ സ്ഥലം കൈവശപ്പെടുത്തിയിരിക്കുന്ന എതിർകക്ഷികളുടെ പട്ടയവും പരിശോധിക്കും. പരിശോധനയോടെ അളന്നിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വില്ലേജ് ഓഫീസറോടും താലൂക്ക് സർവേറോടും. അത് എല്ലയിൽ പോയതാണോ, എല്ലാ പട്ടയം കൊടുത്ത വഴിക്ക് പോയതാണോ, എല്ലാ പട്ടയം എത്രയുണ്ട്, എല്ലാ പട്ടയം പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് തീരുമാനം അറിയിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് ഈ 7 ദിവസം കഴിഞ്ഞുള്ള ഹിയറിങ്ങും എല്ലാ പട്ടയ പരിശോധനയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അതായത് അമ്മിണിയമ്മ ആവശ്യപ്പെടുന്ന സ്ഥലം ഇവർ ആർക്കെങ്കിലും പട്ടയം കിട്ടിയതാണോ, പട്ടയം കിട്ടിയ ആൾക്കാർ അവകാശപ്പെടുന്നത് ആ പട്ടയക്കാർ കുടികിടപ്പായിട്ട് അവിടെ കൊണ്ടുവന്ന് അമ്മിണിയമ്മയെ പാർപ്പിച്ചെന്നാണ് പഴയ ഫയൽ പരിശോധിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പോൾ അതിന്മേൽ പുതിയൊരു എൻക്വയറിയുടെ ആവശ്യമുണ്ട്. അതായത് സ്ഥലമാണെന്ന് ഇരിക്കുക, പട്ടയക്കാർ പരിശോധിക്കുക. അതേസമയം അമ്മിണിയുടെ പട്ടയ നടപടികൾ റവന്യൂ വകുപ്പ് വേഗത്തിലാക്കുമ്പോഴും പട്ടയം കയ്യിൽ കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണിവർ. അതേസമയം പട്ടയം നൽകുന്നതിന് സർവേ നടപടികളടക്കം പൂർത്തീകരിക്കുന്നതിന് കാലതാമസമെടുക്കും. മാത്രവുമല്ല 1964 ചട്ടപ്രകാരം പട്ടയം നൽകുന്നത് താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ്. ഇതും അമ്മിണിയുടെ പട്ടയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വിലങ്ങുതടിയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. റോഡിൽ കന്നുകാലികളെ കെട്ടുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. വഴിയരികിലെ വൈദ്യുതി പോസ്റ്റിൽ കന്നുകാലികളെ കെട്ടിയിടുന്നത് പതിവായിട്ടും ഉടമകളോട് ഇതിന്റെ ഗൗരവം ആരും പറഞ്ഞു മനസ്സിലാക്കാത്ത സാഹചര്യമാണ്. തൊടുപുഴ കാരിക്കോട് നിന്നും കീരിക്കോടിന് പോകുന്ന റോഡിലാണ് ഈ കാഴ്ച. വാഹനങ്ങൾ വരുമ്പോൾ കന്നുകാലികൾ മാറുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. ഇരുചക്ര വാഹനങ്ങൾക്കാണ് അപകട ഭീഷണി കൂടുതലുള്ളത്. തിരക്കേറിയ റോഡിൽ കന്നുകാലികളെ കെട്ടിയിടുന്നവരോട് ഇത് വരുത്തുന്ന അപകടത്തെക്കുറിച്ചും ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ പറഞ്ഞു മനസ്സിലാക്കാനും തയ്യാറാകുന്നില്ല. അപകടം സംഭവിച്ച ശേഷം വിധിയാണെന്ന് പറയുന്ന നാടായി നമ്മൾ മാറിയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് മുട്ടം മൂലമറ്റം റോഡിൽ വൈദ്യുതി പോസ്റ്റ് കെട്ടിയിട്ടിരുന്ന പോത്തിനെ കണ്ട് ഭയന്ന് റോഡിലേക്ക് കയറിയ സ്കൂൾ വിദ്യാർത്ഥിനി വാഹനമിടിച്ചു മരണമടഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ റോഡിൽ കന്നുകാലികളെ വളർത്തുന്നവർക്കെതിരെ
നടപടിയും ബോധവൽക്കരണവും നടത്തുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് വാഹനയാത്രക്കാർ അഭ്യർത്ഥിച്ചു. SYSM പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി പവർ പൾസ് കണ്ടിന്യൂസ്ഡ് ലേണിംഗ് സെന്റർ വനിതാ ശാക്തീകരണം ലക്ഷ്യം വെച്ച് നടത്തുന്ന പ്രോജക്ട് ലോഞ്ചിംഗ് നടത്തി. SYS സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് ഈമി അൽ ബുഖാരി ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന ശീർഷകത്തിൽ തൃശൂരിൽ വെച്ച് സംഘടിപ്പിക്കുന്ന SYS പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി പവർ പൾസ് കണ്ടിന്യൂസ് ലേണിംഗ് സെന്റർ വനിതാ ശാക്തീകരണം ലക്ഷ്യം വെച്ച് നടത്തപ്പെടുന്ന പ്രോജക്ടിന്റെ ലോഞ്ചിംഗ് SYS സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി നിർവഹിച്ചു. നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന സാരഥികളുടെ ഫിഗറുകൾ അടയാളപ്പെടണം. അവരതിനെ അനുകരിക്കും. അവർ പൊന്നുപോലെ പാലിച്ചുകൊണ്ട് നടക്കും. അതിലൂടെ അവരുടെ അക്കിത നേരെ എന്ത് വന്നാൽ എൻ്റെ പിസ്താനം ഇട്ടേ വരില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു താജുള്ളവരെ ഇട്ടിട്ട് വരില്ല എന്ന ഒരു വിചാരത്തിലേക്ക് ഉസ്താദിനെയും താജുൽ ഉലമയെയും റഹിമഹുല്ലാഹ് അവരെ കുറിച്ചൊക്കെ അവർ വായിക്കണം, അവർ പഠിക്കണം, അവർ മനസ്സിലാക്കണം. ഈ ഫിഗറുകളെ അടയാളപ്പെടുത്തി സ്ഥാപിക്കാൻ നമുക്ക് കഴിയും. എന്തുകൊണ്ടാണ് ചിലപ്പോൾ വലിയ വലിയ മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ പ്രസംഗിക്കാൻ വന്നാലും ആളുണ്ടാവില്ല, പക്ഷേ ഓൺലൈനിൽ ആളുണ്ടാവും. ഒരാൾ ഏതോ ഒരു പ്രയോഗത്തിലൂടെ അവരുടെ ഹൃദയത്തിൽ കടന്നുകൂടിയിരിക്കുന്നു. ഒരു പിരാന്ത് പിടിച്ചിട്ട് ആളുകൾ പോവുക. എന്ത് പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാലും ആട് പോവാന്. പൊട്ടത്തരം പറഞ്ഞാൽ പറയാം, ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആ പൊട്ടത്തരം പറഞ്ഞത്. എന്നാലും പൊട്ടത്തരത്തിന്റെ അപ്പുറത്ത് പൊട്ടത്തരം. എന്നാലും ആളുകളുണ്ട്, ഞങ്ങൾ നൂറേന്റെ കൂടെയാണെന്ന് പറയും, ഞങ്ങൾ അതിന്റെ കൂടെ ഇതിന്റെ കൂടെ പറയും. അപ്പൊ നമ്മളിൽ ഉണ്ടാക്കി തീർക്കേണ്ടത് മുൻകാലത്തും എക്കാലത്തും ഉണ്ടായിരുന്നത് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ സ്വഹാബി വനിതകൾ മക്കളോട് മോനെ ഇന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ? മോൻ ഇല്ല, എന്നാ പോയി കണ്ടിട്ടോ. SYS ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ, അൽ ഐദറുസി, ഷാഫി മഹളരി ആലപ്പുഴ, പ്രൊഫസർ ഷറഫുദ്ദീൻ, KM സുബൈർ അക്സനി, കബീർ സുഹരി, പ്രോജക്ട് ഡയറക്ടർ മുഹമ്മദ് മുസ്തഫ അക്സനി, ഷിഹാബുദ്ദീൻ സഖാവി, ഹാഷിം VB തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ നടത്തി. കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കോതമംഗലം ബ്ലോക്കിലെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ നടത്തി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. പാലം ഇപ്പോൾ ഒരു വലിയ പാലമല്ലെങ്കിലും അന്നതൊരു സംസ്ഥാനത്തും ദേശീയ തലത്തിലൊക്കെ വലിയ ശ്രദ്ധ ആകർഷിച്ച ഒരു വികസന പ്രവർത്തനമാണ്. അപ്പോൾ അത് നടപ്പാക്കിയെടുക്കാൻ കഴിഞ്ഞ ഒരു പഞ്ചായത്താണെന്നുള്ളത് കൊണ്ട് തന്നെ കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞാനിവിടെ ശ്രദ്ധിച്ചു. ഇവിടെ ഈ പ്രസിഡന്റിന്റെ കുറിപ്പ് വായിക്കുമ്പോൾ സ്റ്റാർട്ടപ്പുകൾ അടക്കം അത്തരം നൂതനമായ ആശയങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നാടിന് വേണ്ടത് എന്താണെന്ന് ജനങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ജനകീയമായി തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. രാജ്യത്തിന് തന്നെ മാതൃകയാണ്. പല കാര്യത്തിലും കേരളം ലോകത്തിനും രാജ്യത്തിനും മാതൃകയാണ്. അത് ഈ അധികാര വികേന്ദ്രീകരണം കൃത്യമായി അതിൻ്റെ എല്ലാ തലങ്ങളിലും ഉറപ്പുവരുത്താൻ കഴിയുന്നതും നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തി ജനങ്ങളുടെ കൂടി അഭിപ്രായം രൂപപ്പെടുത്തിയതിനു ശേഷം തന്നെയാണ് ഇത്തരം പദ്ധതികളുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളെ പ്രതിനിധീകരിച്ച് കൃഷി ഓഫീസർ സൗമ്യ സണ്ണി, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ KK സുനീതി, ആസൂത്രണ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CP ജോണി, ഹെൽത്ത് ഇൻസ്പെക്ടർ MV സാബോ, ഇളങ്ങവം LP സ്കൂൾ ടീച്ചർ KP ശോഭന, വർക്കിംഗ് ഗ്രൂപ്പ് ഉപാധ്യക്ഷന്മാരായ നോബി S കൊറ്റം, MV ജോയ്, രമ്യ സുഭാഷ്,
ICDS സൂപ്പർവൈസർ നസ്രിൻ നാസർ, VEOമാരായ ശോഭ PG, വരുൺ, ഓവർസിയർമാരായ റുഖിയ K, വാസുദേവ റാവു, സീനിയർ ക്ലർക്ക് ശ്രീജ KS എന്നിവർ വിഷയാവതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡയാന നോബി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS ബെന്നി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM സെയ്ദ്, മെമ്പർമാരായ ബേസിൽ യോഹന്നാൻ, ഏഞ്ചൽ മേരി ജോബി, PP കുട്ടൻ, KK ഹുസൈൻ, ദിവ്യ സലി, ശ്രീകല C, ഷജി ബെസി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ റഹീം ചെന്താര, പഞ്ചായത്ത് സെക്രട്ടറി MM ഷംസുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ജനകീയ ആരോഗ്യ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തൊടുപുഴയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR സോമൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ ആരോഗ്യ സമിതി ചെയർമാൻ CS മഹേഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ മേഖലയ്ക്ക് ദേശീയ വരുമാനത്തിന്റെ 5% തുക നീക്കിവെക്കുക, പൊതുമേഖലാ ഔഷധ കമ്പനികളെ പുനരുജ്ജീവിപ്പിക്കുക, ഔഷധവില ഉൽപാദന ചെലവിന്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കുക, ഔഷധങ്ങളുടെയും ചികിത്സാ ഉപകരണങ്ങളുടെയും GST പൂർണ്ണമായും ഒഴിവാക്കുക, ഔഷധങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക, അശാസ്ത്രീയ ഔഷധങ്ങളുടെ വിപണനം തടയുക, കേരളത്തിലെ NHM ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ച 371 കോടി ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ സംഘടിപ്പിച്ചത്. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR സോമൻ ഉദ്ഘാടനം ചെയ്തു. ഈ മേഖല പൂർണ്ണമായി സ്വകാര്യ കമ്പനികളിലെ കൈകളിലേക്ക് എത്തിക്കുക, ചികിത്സാ സംവിധാനങ്ങൾ പൂർണ്ണമായി സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ ആശുപത്രികൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലേക്ക് കൈമാറുക. ഇതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന സമീപനം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ രാജ്യത്ത് മനുഷ്യരുടെ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സർക്കാരിൻ്റെ ഇടപെടൽ കൂടുതൽ നടപ്പാക്കിയ ഏക സംസ്ഥാനം കേരളമായിരിക്കും. മറ്റെല്ലാ മേഖലയിൽ നിന്നും സർക്കാർ ഈ മേഖലയിൽ നിന്നെല്ലാം പിൻവാങ്ങുമ്പോൾ കേരളത്തിലെ സർക്കാർ കൂടുതൽ ജനകീയ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഖജനാവിൻ്റെ ഭാരം വർദ്ധിപ്പിക്കുന്നുണ്ട്. ജനകീയ ആരോഗ്യ സമിതി ചെയർമാൻ CS മഹേഷ് അധ്യക്ഷനായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ പ്രസിഡന്റ് ഡോക്ടർ KK ഷാജി, NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം S സുനിൽകുമാർ, AM ഷാജഹാൻ, റോബിൻ ജോസഫ്, VK രവീന്ദ്രൻ, CK ജയശ്രീ, G സുനിൽ, ഷൈല KH എന്നിവർ പ്രസംഗിച്ചു. കൺവീനർ ജോമൻ തോമസ് സ്വാഗതവും സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് CK സീമ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജനുവരി 18, 19, 20 തീയതികളിലായി കുമളി ഹോളിഡേ ഹോമിൽ വെച്ച് നടക്കുന്ന കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഹോളിഡേ ഹോം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. അടൂർ പ്രകാശ് MP ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് ജനുവരി 18, 19, 20 തീയതികളിലാണ് കുമളി ഹോളിഡേ ഹോമിൽ വെച്ച് നടക്കുന്നത്. കാർഷിക രംഗം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ ഏലം, കുരുമുളക്, സ്പൈസസ് ഉൽപ്പന്നങ്ങൾ, റബ്ബർ, തെങ്ങ്, കവുങ്ങ്, അടയ്ക്ക, കന്നറ കൃഷി, പഴം, പച്ചക്കറികൾ, നെൽകൃഷി, ക്ഷീരമേഖല, കാർഷിക മേഖല എന്നിവ നേരിടുന്ന പ്രതിസന്ധികൾ ചർച്ച ചെയ്യുന്നതിനും ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ, വന്യമൃഗശല്യം എന്നിവയിൽ സമഗ്ര ചർച്ചകൾ നടത്തി പരിഹാര നിർദ്ദേശത്തിനുമായാണ് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ, നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ, ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ എന്നിവർക്കായി നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ജനുവരി 18 തീയതി വൈകുന്നേരം 5 മണിക്ക് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പതാക ഉയർത്തിയതോടുകൂടിയാണ് കർഷക കോൺഗ്രസ് ജില്ലാ നേതൃത്വ ക്യാമ്പിന് തുടക്കമായത്. 19 രാവിലെ 10 മണിക്ക് കുമളി ഹോളിഡേ ഹോം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന നേതൃത്വ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് അധ്യക്ഷനായിരുന്നു. അടൂർ പ്രകാശ് MP നേതൃത്വ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ സർക്കാരിന് താൽപ്പര്യമില്ലെന്നും ജനങ്ങളെ കബളിപ്പിച്ച് തന്റെ സ്വത്ത് വർദ്ധിപ്പിക്കുന്നതിലാണ് പിണറായി വിജയന് താൽപ്പര്യമെന്നും അടൂർ പ്രകാശ് MP പറഞ്ഞു. ആരെയും ഏത് തരത്തിലും എങ്ങനെയും കബളിപ്പിക്കുക എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഇവരുടെ മനസ്സിലുള്ളത്. കബളിപ്പിക്കുന്ന ചിന്ത മനസ്സിലുള്ള ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഒരുപക്ഷെ ആ കബളിപ്പിക്കലിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം എന്തും പ്രയോജനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന സർക്കാരിന്റെ പൈസ ഉണ്ടാക്കുവാനുള്ള പുതിയ ഗവേഷണമാണ് ഭൂപതിവ് നിയമമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴിക്കൻ പറഞ്ഞു. ഇവന്മാർക്ക് ഒരു പൈസ ഈ സർക്കാരിനില്ല.
അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഏത് രൂപത്തിലും പൈസ ഉണ്ടാക്കുക, പണം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ്. ഈ ഭൂപതിവ് പോലും ഇവർ ഗവേഷണം നടത്തിപ്പറ്റി വെച്ചിരിക്കുകയാണ്. ഇത് വെച്ച് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇന്നിപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലേ, 10, 50, 60, 70 വർഷമായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഭൂമി, നമ്മളവിടെ വസ്തുവകകളും നമ്മളവിടെ കെട്ടിടമൊക്കെ പണിത് കച്ചവടവും കാര്യങ്ങളും ഒക്കെ നടത്തി വരിക്കുന്ന നമ്മുടെ ഭൂമി ഒരു കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. അത് തന്നെ കോടതിയിൽ പോയി ഉണ്ടാക്കിയതാണ് ഈ വിഷയം. കോൺഗ്രസ് നേതാക്കളായ KC വിജയൻ, EM അഗസ്തി, റോയ് കെ പൗലോസ്, ജോയി തോമസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കുമളി. ജനുവരി 23 മുതൽ 26 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലും തൊടുപുഴ സോക്കർ സ്കൂളും സംയുക്തമായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് ഓഫ് കേരളയുടെ ഭാഗമായി നടത്തുന്ന ടൂർ ഡി കേരള സൈക്ലോത്തോൺ ടീം അംഗങ്ങൾക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും തൊടുപുഴ സോക്കർ സ്കൂളിന്റെയും നേതൃത്വത്തിൽ ജില്ലാ അതിർത്തിയിൽ സ്വീകരണവും നൽകി. കേരളത്തിന്റെ പുതിയ കായിക നയവും കായിക സമ്പദ്ഘടനാ വികസന പ്രക്രിയയും അവതരിപ്പിക്കുവാനായി ജനുവരി 23 മുതൽ 26 വരെ തിരുവനന്തപുരത്തെ കാര്യവട്ടം സ്പോർട്സ് ഹബിൽ സംഘടിപ്പിക്കുന്ന 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന ISSKയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലും തൊടുപുഴ സോക്കർ സ്കൂളും സംയുക്തമായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. എറണാകുളം ജില്ലയിലെ അക്കാദമി വിദ്യാർത്ഥികളും മണിയുടെ ഗ്രാമപഞ്ചായത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിമുക്തി മിഷൻ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, HML എന്നിവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിമുക്ത ഇടം പദ്ധതിയുടെ ഭാഗമായുള്ള ഫുട്ബോൾ കോച്ചിംഗ് വിദ്യാർത്ഥികളും സോക്കർ സ്കൂൾ തൊടുപുഴ അക്കാദമി വിദ്യാർത്ഥികളും തമ്മിൽ മത്സരിച്ചു. ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് ഓഫ് കേരളയുടെ ഭാഗമായി നടത്തുന്ന ടൂർ ഡി കേരള സൈക്ലത്തോൺ ടീം അംഗങ്ങൾക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും തൊടുപുഴ സോക്കർ സ്കൂളിന്റെയും നേതൃത്വത്തിൽ ജില്ലാ അതിർത്തിയിൽ സ്വീകരണം നൽകി. ചടങ്ങിന് ദേശീയ സംസ്ഥാന താരങ്ങളും പരിശീലകരും സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി എന്നിവരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ബിസിനസ് വാർത്ത. ഫാൽക്കൺ ഓട്ടോമാറ്റിക് കാർ വാഷ് മുതലക്കോടം ഗേൾസ് ഹൈസ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ഓട്ടോമാറ്റിക് കാർ വാഷ്, ഹെവി വെഹിക്കിൾസ്, കാർ ആൻഡ് ഓട്ടോ, 2 വീലർ ഇന്റീരിയർ ക്ലീനിംഗ്, പോളിഷിംഗ്, വാക്സ്, സെറാമിക് കോട്ടിംഗ്, ഗ്രാഫിൻ കോട്ടിംഗ്, സ്റ്റീം വാഷ്, ഡീറ്റെയിലിംഗ് വാഷ് തുടങ്ങി വാഹന സംബന്ധമായ എല്ലാ സേവനങ്ങളും വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ മേൽനോട്ടത്തിൽ ഫാൽക്കൺ ഓട്ടോമാറ്റിക് കാർ വാഷിൽ നിന്നും ലഭ്യമാകുന്നു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. ആധുനിക സാങ്കേതിക മികവും വിദഗ്ധ ടെക്നീഷ്യൻ സേവനവും കോർത്തിണക്കിക്കൊണ്ട് ഫാൽക്കൺ ഓട്ടോമാറ്റിക് കാർ വാഷ് മുതൽക്കോടം ഗേൾസ് ഹൈസ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴയിലെ തന്നെ ആദ്യത്തെ ഓട്ടോമാറ്റിക് കാർ വാഷ് യൂണിറ്റാണ് ഫാൽക്കൺ. ഓട്ടോമാറ്റിക് കാർ വാഷ്, ഹെവി വെഹിക്കിൾസ്, കാർ ആൻഡ് ഓട്ടോ, 2 വീലർ തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെയും സർവീസ്, ഇന്റീരിയർ ക്ലീനിംഗ്, പോളിഷിംഗ്, വാക്സ്, സെറാമിക് കോട്ടിംഗ്, ഗ്രാഫിക് കോട്ടിംഗ്, സ്റ്റീം വാഷ്, ഡീറ്റെയിലിംഗ് വാഷ് തുടങ്ങി വാഹന സംബന്ധമായ എല്ലാ സേവനങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ഫാൽക്കൺ ഓട്ടോമാറ്റിക് കാർ വാഷിൽ നിന്നും ലഭ്യമാക്കുന്നു. അനുദിനം വളരുന്ന വാഹന സാങ്കേതിക വിദ്യയ്ക്കൊപ്പം ലൈറ്റ് വെയ്റ്റ്, ഹെവി, ഹൈഡ്രോളിക്, ന്യൂ ജനറേഷൻ കാറുകൾ തുടങ്ങി എല്ലാവിധ വാഹനങ്ങൾക്കും അനുയോജ്യമായ നൂതന സാങ്കേതിക മികവുള്ള ഓട്ടോമാറ്റിക് യൂണിറ്റാണ് ഫാൽക്കൺ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. ഏതായാലും വളരെ പ്രത്യേകതകളുള്ള സൗകര്യങ്ങളുള്ള ഒരു സർവീസ് സ്റ്റേഷൻ ഇവിടെ തുടങ്ങുകയാണ്. ഈ പ്രദേശത്തിനൊരു മുതൽക്കൂട്ടാണ്. വളർന്നു വരുന്ന തൊഴിലുറപ്പ് പട്ടണത്തിന് അലങ്കാരമാണ്. ഈ അവസരത്തിൽ ഈ സർവീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും നടന്നു ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് ജോവാൻ ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് വിശിഷ്ടാതിഥിയായിരുന്നു. കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വാഹന ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദവുമായ തൊടുപുഴയുടെ പ്രധാന നഗരവീഥികളിൽ മുതലക്കോടത്തിൻ്റെ സമീപത്തായി ഇന്ന് ആധുനിക രീതിയിലുള്ള സർവീസ് സെൻ്ററാണ് ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, തൊടുപുഴ പട്ടണത്തിലേക്ക്
എത്തുന്നതും തൊടുപുഴയിൽ നിന്ന് പോകുന്നതുമായ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയാണ് നമ്മുടെ മുതലക്കോടം കൊടുമ്പന്നൂർ പാത. തീർച്ചയായും ഹൈറേഞ്ചുമായൊക്കെ ബന്ധപ്പെട്ട് പോകുന്ന ഈ മെയിൻ പാതയുടെ സമീപത്തായി തുടങ്ങുന്ന ഈ സ്ഥാപനം വളരെയധികം വാഹന ഗുണഭോക്താക്കൾക്ക് ഗുണകരമാകും. ആധുനിക കാലഘട്ടങ്ങളിൽ പുതുതായി ഇറങ്ങുന്ന വാഹനങ്ങളെ സംരക്ഷിച്ച് വളരെ സുരക്ഷിതപരമായ അതിൻ്റെ മെയിൻ്റെനൻസും സർവീസും മറ്റു കാര്യങ്ങളെല്ലാം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതിന് യോജിച്ച രീതിയിലുള്ള സ്ഥാപനമാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. മുതൽക്കോടം ഫൊറാന പള്ളി വികാരി റവറൻ ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ, പട്ടയം കവല ജുമാ മസ്ജിദ് ചീഫ് ഇമാം ജലീൽ ഫൈസി, കൗൺസിലർ ഷഹന ജാഫർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടന വേളയിലും തുടർന്നും ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. ശാസ്ത്ര പഠനം അറിവുത്സവമാക്കി മുളപ്പുറം സ്കൂളിലെ കുട്ടികൾ. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുഴിക്കാട്ടിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ BRC ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ മനോജ് TP മുഖ്യപ്രഭാഷണം നടത്തി. മുളപ്പുറം റവറൻ ഫാദർ TCMM UP സ്കൂളിലെ ത്രിൽസ് ഓഫ് സയൻസ് പരീക്ഷണ കളരി രസിച്ചു പഠിക്കാനും പഠിച്ച് രസിക്കാനും കുഞ്ഞുങ്ങൾക്ക് ശാസ്ത്ര പഠനത്തിന് വാതായനങ്ങൾ തുറന്നു നൽകി. പരീക്ഷിച്ചും നിരീക്ഷിച്ചും താരതമ്യം ചെയ്തും നിഗമനത്തിലെത്തിയും കുട്ടികൾ ശാസ്ത്ര പഠനം അറിവുത്സവമാക്കി. ഉദ്ഘാടന യോഗത്തിൽ പ്രാർത്ഥനാ ഗാനത്തോടൊപ്പം രാസപ്രവർത്തന ഫലമായി ഉണ്ടായ പ്രകാശത്താൽ നിലവിളക്ക് സ്വയം ജ്വലിച്ചതും ആസിഡ് ബേസ് സൂചകത്തിന്റെ സഹായത്താൽ ഉദ്ഘാടനം നടത്തിയതും കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുഴിക്കാട്ടിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സുമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, നല്ല ശാസ്ത്ര രംഗത്ത് കത്തി നിൽക്കുന്ന പല വ്യക്തിത്വങ്ങളുണ്ട്. ഇവരെല്ലാം അത് രൂപപ്പെട്ടത് എങ്ങനെയാണ്? ഒരു ഡോക്ടർ ആകണമെങ്കിൽ പഠനത്തോടൊപ്പം പഠന കളരിയും അല്ലെങ്കിൽ അത്തരം പഠന മാർഗത്തിലൂടെ മാത്രമേ ഒരു മികവുറ്റ ഒരു തെളിഞ്ഞ ഡോക്ടറെ നമുക്ക് രൂപപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പഠന കളരികളൊക്കെ നിങ്ങളുടെ മികവിനും തികവിനുമൊത്ത് ആയി വരുമ്പോൾ ഭാവിയിൽ നിങ്ങളും ഒരു ശാസ്ത്ര ലോകത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളാകുവാൻ ഇടയുള്ള കുഞ്ഞുങ്ങളുടെ ഈ വേദിയിൽ ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. കരിമണ്ണൂർ BRC ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ മനോജ് TP മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് വിനോജ് കുമാർ, ഹെഡ്മിസ്ട്രസ് ഡെല്ലി കെ മോൾ, MBTA ചെയർപേഴ്സൺ രാജി ദാസൻ, അധ്യാപകരായ സന്ധ്യ TP, ഫേബ PC, അനിൽകുമാർ MG എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. യുക്തിപരമായി ചിന്തിക്കാനും നൂതന ആശയങ്ങൾ രൂപപ്പെടുത്താനും സ്വയം പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്ത് നിരീക്ഷണങ്ങളിലൂടെ നിഗമനങ്ങളിൽ എത്തിച്ചേരാനും പരീക്ഷണ കളരി പര്യാപ്തമായതായി കുട്ടികൾ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KSRTC തൊടുപുഴ ഡിപ്പോയിൽ ബസ്സുകളുടെ തകരാർ പരിഹരിക്കാൻ താമസം നേരിടുന്നതായി പരാതി. സ്പെയർ പാർട്സുകളുടെ കുറവ് മൂലമാണ് കേടായ ബസ്സുകൾ നന്നാക്കുന്നതിന് താമസം വരുന്നതെന്നാണ് ജീവനക്കാർ പറയുന്നത്. നിലവിൽ സർവീസുകളൊന്നും മുടങ്ങുന്നില്ലെന്നും എന്നാൽ ഈ സ്ഥിതി തുടർന്നാൽ സർവീസിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. നിലവിൽ 5 ബസ്സുകളാണ് വർക്ക്ഷോപ്പിൽ തകരാർ പരിഹരിക്കാതെ കിടക്കുന്നത്. ദിവസേന 48 സർവീസുകൾ തൊടുപുഴ KSRTC ഡിപ്പോയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇതുവരെ അതിന് യാതൊരു മുടക്കവും വന്നിട്ടില്ല. എന്നാൽ ബസ്സുകളുടെ തകരാർ പരിഹരിക്കാൻ കാലതാമസം ഉണ്ടാകുന്നത് ബസ് സർവീസിനെ സാരമായി ബാധിച്ചേക്കാം. രാവിലെ 6:50 എറണാകുളത്തിന് സർവീസ് നടത്തിയിരുന്ന AC ലോ ഫ്ലോർ ബസ് തകരാറിലായതോടെ പകരം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അയക്കുന്നത്. സ്പെയർ പാർട്സുകളുടെ കുറവ് മൂലമാണ് കേടായ ബസ്സുകൾ നന്നാക്കുന്നതിന് താമസം വരുന്നതെന്നാണ് ജീവനക്കാർ പറയുന്നത്. അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തത് മൂലം ഓട്ടത്തിനിടെ തകരാർ സംഭവിക്കുന്നതും പതിവാകുന്നു. പുതിയ ബസ്സുകൾ അനുവദിക്കാത്തതിനാൽ ഹൈറേഞ്ച് പോലുള്ള സ്ഥലങ്ങളിലേക്കും ദീർഘദൂര റൂട്ടുകളിലേക്കും കാലപ്പഴക്കമെത്തിയ ബസ്സുകൾ സർവീസ് നടത്തുന്നതും ഭീഷണി വർദ്ധിപ്പിക്കുന്നു. ഇതിനു പുറമെ ആവശ്യത്തിന് ഡ്രൈവർമാർ ഇല്ലാത്തതിനാലുള്ള പ്രശ്നങ്ങളും ഇവിടെ നേരിടുന്നുണ്ടെന്നും ജീവനക്കാർ പരാതിപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിൽ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു.
സത്യസായി പബ്ലിക്കേഷൻസിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ സോമശേഖരൻ വിളക്കു തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം മിയക്കുട്ടി മുഖ്യ അതിഥിയായി എത്തി. കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വെങ്ങല്ലൂർ കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിലെ 20ാം വാർഷികാഘോഷം കിഡ്ഡീസ് ഡേ എന്ന പേരിൽ നടത്തി. സത്യസായി പബ്ലിക്കേഷൻസിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ സോമശേഖരൻ വിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾക്കോരോരുത്തർക്കും നമ്മുടെ കുഞ്ഞുങ്ങളിൽ അതിമഹത്തായ സംസ്കാരത്തിൻ്റെ വിത്ത് വിതയ്ക്കാനും വളർത്താനും പടർത്താനും സാധിക്കും. അതേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അത് ചെയ്തില്ല എങ്കിൽ ഭീഷണിയുടെ സ്വരമല്ല, കുറച്ച് പ്രായമായ അനുഭവത്തിൽ നിന്ന് പറയാണ്, കാലം നമ്മളോട് ചോദിക്കും, നിനക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നു, ആ കുഞ്ഞിനെ നീ എങ്ങനെയാണ് സമൂഹത്തിന് തിരിച്ചു കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ തലയും താഴ്ത്തി നമ്മൾക്ക് നിൽക്കാൻ ഇടയാക്കരുത്. ഈ കാണുന്ന കെട്ടിടങ്ങളൊന്നും പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ എത്ര അഭംഗിയായിരിക്കും. പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഉറപ്പ് മാത്രമല്ല സൗന്ദര്യവും ഉണ്ടാവുന്നുണ്ട്. നമ്മളിൽ നിന്ന് കോളേജിൽ നിന്നും കിട്ടുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടിയുടെ വലിപ്പം നിശ്ചയിക്കും, പൊക്കവും നിശ്ചയിക്കും. മനസ്സിലായാലോ ഉദ്ദേശിച്ചത്? ഉയർന്ന ജോലികൾ കിട്ടാൻ സഹായിക്കും, ധാരാളം സമ്പാദിക്കാനും സാധിക്കും. അതുപോലുള്ള പഠിത്തവും ഇൻ്റലക്ച്വൽ എൻഹാൻസ്മെൻറ്റും ഉണ്ടെങ്കിൽ. പക്ഷെ ഒന്ന് ആലോചിച്ചോളണം, ആ ജീവിതത്തിന് ഉറപ്പുണ്ടാവണമെന്നുമില്ല, സൗന്ദര്യം ഉണ്ടാവണമെന്നുമില്ല. സമകാലീന കേരളത്തിൽ നമുക്കറിയാം, പഠിത്തം മോശമായൊന്നുമല്ല, ഉയർന്ന ഡിഗ്രികൾ കിട്ടിയവർ, ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ജയിലിൽ പോയി. എന്തുകൊണ്ട് പോയി? ഈ ഉറപ്പും സൗന്ദര്യവും ആ ജീവിതത്തിന് കിട്ടിയിട്ടില്ല. സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ വലിപ്പവും ഉയർച്ചയുമാണ് എങ്കിൽ ഭാഗ്യവശാൽ ഈ സ്കൂളിൽ ആ സൗന്ദര്യവും ഉറപ്പും കൂടി കൊടുക്കുന്നുണ്ട്. അത് പ്രധാനമായി കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ജോൺസൺ മാത്യു ആമുഖ പ്രഭാഷണം നടത്തി. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം മിയക്കുട്ടി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ തൊടുപുഴ താലൂക്ക് എഡ്യൂക്കേഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി സ്റ്റീഫൻ പച്ചിക്കര, PTA പ്രസിഡന്റ് പ്രിയ ബെന്നി തുടങ്ങിയവർ ആശംസ അറിയിച്ചു. അഡ്മിനിസ്ട്രേറ്റർ രാജു തോമസ്, ഹെഡ് ഗേൾ പാർവണ സുരേഷ് തുടങ്ങിയവർ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഷീനു സൈമൺ സ്വാഗതവും ഹെഡ് ബോയ് കാർത്തികേയൻ ബിനോയ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കഴിഞ്ഞ 10 വർഷത്തോളമായി മുടങ്ങാതെ പാടത്ത് വിത്തിറക്കുന്ന കർഷകയാണ് അടിമാലി സ്വദേശിനി ലാലി എൽദോസ്. 2.5 ഏക്കറോളം പാടത്താണ് ലാലി ഇത്തവണ നെൽകൃഷി ഇറക്കിയത്. പരാധീനതകൾ പലതുണ്ടെന്നും കൃഷി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൃഷി വകുപ്പിന്റെ അടക്കം ഫലവത്തായ ഇടപെടൽ വേണമെന്നും ലാലി പറയുന്നു. കഴിഞ്ഞ 10 വർഷത്തോളമായി നെൽകൃഷി ചെയ്തു പോരുന്ന കർഷകയാണ് അടിമാലി മില്ലുംപടി സ്വദേശിനി വെള്ളാങ്കണ്ടത്തിൽ ലാലി എൽദോസ്. 2.5 ഏക്കറോളം പാടത്താണ് ഇത്തവണ വിത്തിറക്കിയത്. പൊന്മണി H4 ഇനങ്ങളാണ് കൃഷിയിറക്കിയത്. നെൽക്കതിർ മൂപ്പെത്തിയതോടെ ഇന്ന് പാടത്ത് കൊയ്ത്തുത്സവം നടന്നു. അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻസി മാത്യു കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. നെൽകൃഷിയും കൊയ്ത്തുമൊക്കെ നടക്കുമ്പോഴും ഓരോ വർഷവും ഇങ്ങനെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിസന്ധികൾ നിരവധിയുണ്ടെന്ന് ലാലി പറയുന്നു. നെൽകൃഷി ഒരിക്കലും ലാഭകരമല്ല. പിന്നെ ചേച്ചി എന്തിനാണ് ഇത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, എനിക്ക് പശുക്കളുണ്ട്, കുറച്ച് കച്ചി കിട്ടും, അതല്ലാതെ വേറെ യാതൊരു ലാഭവുമില്ല. ഈ കൃഷിയൊക്കെ മുമ്പോട്ട് പോകണമെങ്കിൽ തൊഴിലുറപ്പിപ്പെടുത്തിയെങ്കിലും 10 പണി കിട്ടിയാൽ മാത്രമേ ഇത് മുമ്പോട്ട് പോകുള്ളൂ. അല്ലാതെ ഒരു രീതിയിൽ ഈ കൃഷി മുമ്പോട്ട് പോകില്ല. പണിയാൻ ആളെ പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. കൃഷിഭവനിൽ ട്രാക്ടറുണ്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു പ്രാവശ്യം വന്ന് കുറച്ച് പൊടി ഒഴുകാൻ കൃഷിഭവനിൽ വണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ പാടത്തേക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടിയോ ഇതൊന്നുമില്ല. ഇതെല്ലാം ഇനി കാട് കയറി പോവുള്ളൂ. ഞങ്ങൾ കൃഷി നിർത്തിയാൽ പിന്നെ ഒരു മനുഷ്യനും ഇത് കൃഷി ചെയ്യില്ല.
പോയ വർഷം വരെ പാടത്ത് 2 കൃഷി ഇറക്കിയിരുന്നു. ഇത്തവണയത് 1 ചുരുക്കി. കാലാവസ്ഥയിലെ മാറ്റവും ചെലവും കൃഷി ചുരുക്കാൻ കാരണമായി. കൃഷിയും പരിപാലനവും വിളവെടുപ്പുമൊക്കെയായി ചെലവ് വളരെ കൂടുതലാണ്. പാടത്ത് പണിക്കാളെ കിട്ടാനില്ലെന്നും പരാതിയുണ്ട്. കൃഷിവകുപ്പിന്റെ ഭാഗത്തു നിന്നും മതിയാം വിധമുള്ള പിന്തുണയില്ലെന്ന പരാതി ലാലിക്കുണ്ട്. പൊന്ത പിടിച്ചു കിടന്നിരുന്ന പാടമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഉഴുതുമറിച്ച് കൃഷിയോഗ്യമാക്കിയെടുത്തത്. കൃഷി ഉപേക്ഷിച്ചാൽ പാടം വീണ്ടും പഴയപടിയാവും. ഹൈറേഞ്ചിൽ നിന്നും പടിയിറങ്ങുന്ന നെൽകൃഷിക്കും അവശേഷിക്കുന്ന നെൽകർഷകർക്കും വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനമുണ്ടാകണമെന്നാണ് ലാലിയുടെ പക്ഷം. എസ്. സെൽവരാജ്, ന്യൂസ് ബ്യൂറോ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൈവശ ഭൂമിക്ക് പട്ടയം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ വയോധിക നടത്തിവന്ന സമരം ഫലം കണ്ടു. SYS പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി പവർ പൾസ് കണ്ടിന്യൂസ് ലേണിംഗ് സെന്റർ വനിതാ ശാക്തീകരണം ലക്ഷ്യം വെച്ച് നടത്തപ്പെടുന്ന പ്രോജക്ട് ലോഞ്ചിംഗ് നടത്തി. ജനകീയ ആരോഗ്യ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തൊടുപുഴയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജനുവരി 23 മുതൽ 26 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലും തൊടുപുഴ സോക്കർ സ്കൂളും സംയുക്തമായി ഫുട്ബോൾ മത്സരം ഫാൽക്കൺ ഓട്ടോമാറ്റിക് കാർ വാഷ് മുതലക്കോടം ഗേൾസ് ഹൈസ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.